നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കുറച്ച് സമയത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന കാര്യം പല ആളുകളും പറയാറുണ്ട്. സാധാരണ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയാലും ഇത്തരത്തിൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നമൊക്കെ അധിക മൊബൈൽ ഫോണിന് കാണാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചില സെറ്റിങ്സുകളാണ് അതിന് കാരണം. ആ സെറ്റിങ്സുകളൊക്കെ ഇനി പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരില്ല. നിങ്ങളുടെ ഫോണിനകത്തുള്ള ബാറ്ററി പെട്ടെന്ന് തീരില്ല, ഒരുപാട് സമയത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ സെറ്റിങ്സ് നോക്കാം. 4 സെറ്റിങ്സാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊക്കെ ചെയ്തു വെക്കേണ്ട നമ്മുടെ ഫോണിനകത്ത് വെറുതെ ഓണായി കിടക്കുന്ന 4 സെറ്റിങ്സുകൾ ഏതൊക്കെ നോക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇതിൽ ആദ്യം തന്നെ ഗൂഗിൾ എന്ന് കാണും. ഇവിടെ ഏറ്റവും അവസാനം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആവും. ഇവിടെ ഓൾ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഡിവൈസസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിൽക്കി സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ ഓൺ ആയി കിടക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിസരത്തുള്ള മൊബൈൽ ഫോണിൻ്റെ കണക്ഷനുകളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓരോ സമയം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ഫോണിനകത്ത്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഫോണിനകത്തുള്ള ബാറ്ററി എപ്പോഴും തീരും. കാരണം ഇത് നമ്മളറിയാതെ നമുക്ക് ആവശ്യമില്ലാതെ ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററിയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഒന്നാമത്തെ സെറ്റിങ്സ് ഇതാണ്. രണ്ടാമത്തെ സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഏറ്റവും മുകളിൽ നിങ്ങൾ സ്കാനിങ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കാനിങ് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 സെറ്റിങ്സ് ഓണായി കിടക്കുന്നുണ്ടാകും. ഒന്ന് വൈഫൈ സ്കാനിങ്ങും രണ്ടാമത്തെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും. ഈ വൈഫൈ സ്കാനിങ് എന്നുള്ളത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ബ്ലൂടൂത്ത് സ്കാനിങ് എന്നുള്ളതും ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിനകത്ത് വൈഫൈ ഓരോ സമയവും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ആവശ്യമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ നമ്മുടെ ഫോണിനകത്ത് ഓൾറെഡി സേവ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഫോൺ ഓരോ സമയം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈഫൈ സ്കാനിങ് ഓഫ് ചെയ്താൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഇത് ചാർജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ബ്ലൂടൂത്തിൻ്റെ കാര്യം, ബ്ലൂടൂത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് ഓണാണ്. ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ടും ഞാനിത് ഓഫ് ചെയ്തിട്ടും ഇത് കൃത്യമായിട്ട് തന്നെ ബ്ലൂടൂത്ത് ഓണാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരാനില്ല. പക്ഷേ നമ്മളറിയാതെ ഇതെല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. വൈഫൈ തൊട്ടടുത്തുള്ള വൈഫൈകൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് കൊണ്ടുവരും നമ്മുടെ ഫോണിനകത്തേക്ക്. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബ്ലൂടൂത്ത് ബഡ്സുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ സ്കാൻ ചെയ്ത് കൊണ്ടുവരും. നമുക്കതൊന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ ഫോണിനകത്തുള്ള ചാർജ് വെറുതെ തീർക്കുന്നതെന്ന് മാത്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്തുള്ള സെറ്റിങ്സ് ഏറ്റവും മുകളിൽ നിങ്ങൾ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഫോണിനകത്ത് വെറുതെ കിടന്ന് ഓണായി കിടക്കുന്ന സാധനമാണ്. ഇത് നമുക്കൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. പക്ഷേ ഇത് കാരണം നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകും. ഇവിടെ പ്രിൻ്റ് നടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും പ്രിൻ്റ് എന്നുള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ഡിഫോൾട്ട് പ്രിൻ്റ് സർവീസ് എന്നുള്ളത് ഓണായിട്ടാണ് കിടക്കുന്നത്. ഇതൊരു കാര്യമില്ല. നമ്മുടെ ഫോണിനകത്തു നിന്ന് ഒരു സിസ്റ്റത്തിലേക്കും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇത് ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഒരു പ്രിൻറ്റും ചെയ്യുന്നില്ല. പിന്നെ വെറുതെ കിടന്ന് ഇതിങ്ങനെ പ്രിൻ്റർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും പ്രിൻ്റർ വൈഫൈ കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. ഇത് 3ാമത്തെ സെറ്റിങ്സാണ്. ഇനി 4ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മുടെ ഫോണിനകത്ത്. നിങ്ങളുടെ ഫോണിനകത്ത് സെറ്റിങ്സിലേക്ക് വന്നാൽ ഇവിടെ കാണാം ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ ഇത് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോർ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള ഒരു സെറ്റിങ്സ്. നിങ്ങളുടെ ഫോണിനകത്ത് ചിലപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ മുകളിൽ ഒപ്റ്റിമൈസ് ബാറ്ററി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കാണിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകൾക്കൊക്കെ ഇത് ഓൾവേസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ളിടത്തേക്ക് മാറ്റി വയ്ക്കുക. ഇതുപോലെ ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ള ഏറ്റവും മുകളിലുള്ള ഈ ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ളിടത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്യും. അല്ലാതെ ഓൾവേസിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആപ്പ് ഉപയോഗിക്കാത്തപ്പോൾ ഒക്കെ നമ്മുടെ ബാറ്ററിയുടെ പെർഫോമൻസ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഓട്ടോ ഒപ്റ്റിമേറ്റ് എന്നുള്ള ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം ഇത്തരത്തിൽ നിങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് സേവ് ചെയ്യാൻ സാധിക്കുന്ന 4 സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.